ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തട്ടിക്കൊണ്ടു പോയവരെ കാട്ടിലാ കൊണ്ടിട്ടത്. എന്നും അങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാൻ മറണമെന്നുണ്ടോ? എനിക്ക് നിന്നെ ജീവനോടെ കിട്ടിയാ മതി. അതിനും വലിയ മരുന്നൊന്നും എനിക്ക് കിട്ടാനില്ല. ഒന്ന് പറയുന്നത് കേക്കണ്ടേ അമ്മേ. ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ? മിസ്റ്റർ നവീൻ, ആക്ച്വലി ഞാൻ നിങ്ങളെ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇതിന്നൊരു റിക്കവറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിവേ, യു ആർ ലക്കി. ഡോക്ടർ, ഇനിയിപ്പോ എത്ര ദിവസം കൂടി ഞങ്ങൾ ഇവിടെ? നൗ ഹീസ് ഓക്കെ. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. വൈദ്യശാസ്ത്രത്തിൽ പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില തിരിച്ചുവരവുകൾ ഉണ്ടാവാറുണ്ട്. മിസ്റ്റർ നവീന് സംഭവിച്ചതും അത്തരത്തിലൊരു തിരിച്ചുവരവാ. നവീൻ, എന്തു പറ്റി? എന്താ സംഭവിച്ചേ? ഗാഥ എവിടെയായിരുന്നു? നവീൻ, എന്നോട് ക്ഷമിക്ക. നടന്ന കാര്യങ്ങളൊക്കെ മാണിക്കുഞ്ഞ് എന്നോട് പറഞ്ഞു. മമ്മി തെറ്റിദ്ധരിച്ചതാ. എന്ത് തെറ്റിദ്ധാരണ? എന്റെ മോനെതിരെ കേസ് കൊടുത്തതോ? അവൻ ഈ അവസ്ഥയിൽ എത്തിച്ചതോ? അങ്കിൾ, ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമാണല്ലോ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം. അതിനീ രണ്ട് കുടുംബങ്ങളും തമ്മിലുണ്ടാവും തോന്നുന്നില്ല. ആണോ നവീൻ? നവീൻ എന്നെ മറക്കാൻ സാധിക്കോ? ചുറ്റുള്ളവരാരെങ്കിലും വിചാരിച്ചാല് എനിക്ക് നവീനെ മറക്കാൻ പറ്റോ? പറ നവീൻ. എനിക്ക് ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, എന്റെ അഹങ്കാരം, എന്റെ അഭിമാനം ഒക്കെ എന്റെ മമ്മിയാ. പക്ഷെ നവീന് വേണ്ടി ആ മമ്മിയെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അതും ഞാൻ ചെയ്യും. അത്രയ്ക്കും ഇഷ്ടം എനിക്ക് നവീന്. എന്നോട് ക്ഷമിക്കും നവീൻ. എന്നിട്ട് നവീൻ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. എങ്ങോട്ട്? ഒരു സർപ്രൈസ്. നവീൻ എന്റെ കൂടെ വന്നേ പറ്റൂ. മമ്മി, മോളെ, നീ ഇതെവിടെയായിരുന്നു മോളെ? അതൊക്കെ പറയാം. വന്നേ എന്റെ കൂടെ. നിക്ക്, പറഞ്ഞിട്ട് പോ. വന്നേ മമ്മി, വാ. ഗാഥ, വാ മോളെ, എങ്ങോട്ട് നീ കൊണ്ടുവന്നേ? മമ്മി എന്നോട് ചോദിച്ചില്ലേ എവിടെയായിരുന്നു എന്ന്? ഞാനൊരു സർപ്രൈസ് ഒരുക്കായിരുന്നു. ആ സർപ്രൈസ് എന്താണെന്ന് മമ്മിക്ക് കാണണ്ടേ? ദാ. ഗാഥ, നവീൻ ഒരു പ്രണയ സമ്മാനം തരുമ്പോ അത് ഏറ്റവും വിലപിടിച്ചതാവണമെന്ന് എനിക്ക് തോന്നി. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞാനിത് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നവീന് ഇഷ്ടമായോ? ഗ്രേറ്റ്. താൻ ഇത്രയ്ക്ക് വലിയവളാണെന്ന് ഞാൻ കരുതിയില്ല. ഇതെന്റെ പ്രണയമാണ്, നവീനോടുള്ള എന്റെ വിശ്വാസമാണ്, എന്റെ ഡെഡിക്കേഷനാണ്. ഐ ലവ് യു നവീൻ.
പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? വന്ന കാര്യം നടന്നില്ലല്ലോ. നമുക്ക് ആ സുന്ദരിയെ കാണണ്ടേ, പണം വാങ്ങണ്ടേ? ഹ, ആ കാശ് പോയിന്ന് കണക്കാക്കിയേ മതി. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പഠിച്ചില്ലേ നീ? ചതിക്കാനും കൊല്ലാനും പോലും മടിയില്ലാത്ത ഒരുത്തിയെ തിരക്കി നടക്കാൻ പോകുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അമ്മേ, നമ്മുടെ മുന്നില് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ കളഞ്ഞ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? ഹും, എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചത്തോളാന്ന് കരുതിയതാ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചതിക്കാനും കൊല്ലാനും പോലും മടിയില്ലാത്ത ഒരുത്തിയെ തിരക്കി നടക്കാൻ പോകുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അമ്മേ, നമ്മുടെ മുന്നില് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ കളഞ്ഞ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? ഹും, എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചത്തോളാന്ന് കരുതിയതാ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, തട്ടിക്കൊണ്ടു പോയവരെ കാട്ടിലാ കൊണ്ടിട്ടത്. എന്നും അങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാൻ മറണമെന്നുണ്ടോ? എനിക്ക് നിന്നെ ജീവനോടെ കിട്ടിയാ മതി. അതിനും വലിയ മരുന്നൊന്നും എനിക്ക് കിട്ടാനില്ല. ഒന്ന് പറയുന്നത് കേക്കിണ്ടമ്മേ. കൂടിയാൽ 2 or 3 ദിവസം, അതിനുള്ളില് ഞാൻ അവരെ കണ്ടെത്തും. അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ ബഹളം ഉണ്ടാക്കാനൊന്നും പോവില്ല. പോലീസുകാരോട് പറഞ്ഞോ, ഗോപാലമാമയുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ചെയ്യൂ. അമ്മയെ കൊണ്ട് പറ്റില്ലടി. ഈ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. എനിക്ക് അമ്മയെ വേണ്ടേ? കാശില്ലെങ്കിൽ ചത്തോള എന്നൊക്കെ അമ്മ പറയും. എന്നിട്ട് എനിക്കാരാ ഉള്ളത്? അമ്മ പോയാ പിന്നെ ഞാൻ ജീവിക്കുന്നു തോന്നുന്നുണ്ടോ? എടി, അമ്മ ഇത് സമ്മതിച്ചേ പറ്റൂ. അമ്മ തിരിച്ചു പോണം. വന്നേ, വാ അമ്മ ഇങ്ങോട്ട്. കൃഷ്ണ, കേറ്. അമ്മ പ്രാർത്ഥിച്ചാ മതി. അമ്മയുടെ മോൾക്ക് ഒന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് വരാം. വയ്ക്കൂ. ചേട്ടാ, അമ്മയെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിയേക്കണേ. കൃഷ്ണ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിന്നെ എവിടെ അന്വേഷിക്കണമായിരുന്നു? നവീന്റെ ഒപ്പം പോകുന്നു പറഞ്ഞിട്ടില്ല നീ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ പിന്നെ അയാളോടല്ലാതെ മറ്റാരോടാ ഞാൻ ചോദിക്കേണ്ടത്? നവീൻ എന്നെ അപകടപ്പെടുത്തുന്ന മമ്മി എങ്ങനെയാ ചിന്തിക്കാൻ തുടങ്ങിയ? അത്രയ്ക്കും ചീപ്പാണോ അയാള്? ഐ എം സോറി മോളെ. നിന്നെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോ ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ എനിക്ക് തോന്നിയത്. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്ക് നിശ്ചയില്ല. മമ്മി ചെയ്ത കാര്യങ്ങളല്ലേ നീ എണ്ണി ചോദിക്കുന്നുള്ളൂ. ഞാൻ അനുഭവിച്ചെന്താ നിനക്കറിയില്ലല്ലോ. മമ്മി സോറി. മമ്മി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇനി ഇടപെടില്ല. നിങ്ങളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കില്ല.